നീനു വിളിച്ചിരുന്നു അല്ലേച്ചി എന്താ പറയാ 2 മതി. കയ്യിലാണെങ്കിൽ ഒരു ഇതിൻ്റെ സ്കിന്ന് ഫുള്ള് കളയൂല വൃത്തിയിട്ടങ്ങൾ സ്കിന്നിന് ശരി എവിടെ ഇന്ന് നമ്മൾ അടുക്കള നിറച്ച് മീനാണ് കേട്ടോ ഗൈസ്. മീൻ വാങ്ങിയാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മീൻ വാങ്ങിയില്ല. 2 മാസത്തിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഉണക്കമീൻ വാങ്ങി, പിന്നെ ഉണക്കമീൻ കൊണ്ട് അച്ചാറിട്ടു, അങ്ങനെയൊക്കെ ചെയ്തല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ കിച്ചുമോൾക്ക് പറയാനായിട്ടില്ല. കിച്ചുമോള് അച്ചാർ മണത്തിട്ട് വയ്യ, അച്ചാർ തിന്നാനാണ് പറയണത്. വായിൽ വെള്ളം വരികയാണ് തിന്ന് തീർക്കാൻ. കഴിഞ്ഞു കേട്ടോ. ഇനി ആ കുപ്പിയിൽ കുറച്ചുണ്ട് അടിഭാഗത്ത്. ഞാൻ അമ്മയ്ക്ക് ഒരു 2 സ്പൂൺ ഇങ്ങനെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ. ഇട്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വത്തൽ മീൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ 2 കണമീനും വാങ്ങി. ആ കണമീൻ അവരവിടെ നിന്ന് കട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ തൊലി ഉണ്ടല്ലോ, നടുവിൽ ആ സ്കിന്ന് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി 2 സൈഡിലും അതുപോലെ ആ തൊലി കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് ഈ കത്തി അട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിയായിട്ട്, കാണാനൊന്നുമില്ല, പക്ഷേ അത് വേദനിക്കുക. അതുകൊണ്ട് ആ സ്കിന്നിങ്ങനെ എടുത്ത് വലിച്ച് കളയാനും പറ്റുന്നില്ല. എന്തായാലും ഞാൻ 2 മീനും ക്ലീൻ ചെയ്തു. അതായത് ആദ്യം കണമീൻ 2 വാങ്ങിയിരുന്നത്, അത് കറി വയ്ക്കാനാണ്. അത് ഏകദേശം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ വത്തൽ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ. ഞങ്ങളിവിടെ വത്തൽ എന്നാണ് പറയുക. പിന്നെ നെത്തോലി എന്ന് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കണമീനിന് വങ്കട എന്നുള്ള പേരും അതും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളം തിളച്ചെടുക്കേണ്ടിയിരുന്നു കേട്ടോ, ചോറിന് അരി ഇടാനുള്ള വെള്ളം. അപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. മക്കൾ 2 ഉണ്ടായിരുന്നു. ഒരുപ്പ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവൾ പറഞ്ഞില്ലേ നീനുവിൻ്റെ കൂടെ പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 കൂടെ പോയിട്ടുണ്ടേ. പിന്നെ ഈ വത്തൽ ഞാൻ മീൻ വാങ്ങിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ അകത്തിട്ടിട്ട് വേണം കഴുകാൻ. ആ ഒരു കാര്യം ഓർത്തിട്ടാണ് മീൻ കഴിയണത് ഒഴിവാക്കൽ കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനുള്ള മീനവിടെ മാറ്റി വെച്ചു. മറ്റേ വത്തൽ മീൻ ഞാൻ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീരി ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതൊക്കെ ചതച്ചതും, പിന്നെ കുറച്ച് വിനാഗിരിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് മസാലയൊക്കെ പുരട്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ കറി വയ്ക്കാനുള്ള മീനിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഇത് തേങ്ങയും ചെറിയുള്ളിയും 2 കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് അരച്ചതാണ് കേട്ടോ. എന്നിട്ട് തേങ്ങ അരച്ചിട്ടാണ് മീൻ വയ്ക്കണത്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചായിരുന്നല്ലോ, അതുകൊണ്ട് അതിൽ കുറച്ച് മാറ്റി വെച്ചായിരുന്നു. പിന്നെ കുറച്ച് മുഴുവനായിട്ട് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ നടുവ് ഇങ്ങനെ കീറിയത് അതും കട്ട് ചെയ്തിട്ട്, കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്തിട്ടു, പച്ചമുളകും തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് വാളംപുളി വെള്ളമാണേ. കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളിക്ക. ഞാനിപ്പോൾ ഇത് വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ടിച്ചിരുന്നു, അതിൻ്റെ ആ ഒരു ജ്യൂസാണ് പിഴിഞ്ഞ് വെച്ചു. പിന്നെ ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കളർ നോക്കണ്ട, തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല കളറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടെ ചേർത്ത് കൊടുത്തു. ഈ മീൻ എനിക്ക് ആ 2 സൈഡിലെ ഇങ്ങനെ തൊലി പോകാഞ്ഞിട്ട് ഒരു മനസ്സിനൊരു സുഖം തോന്നുന്നില്ല. കഴിയുന്ന ഭാഗത്തുള്ളതൊക്കെ ഞാൻ അങ്ങനെ പിച്ചിപ്പറിച്ച് കളഞ്ഞു, പക്ഷേ ബാക്കിയുള്ളത് എടുക്കാൻ പറ്റണില്ല. ഒന്നാമത് എൻ്റെ കയ്യിലൊരു മുറിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. കത്തി തട്ടിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ സ്രാവ് മീനൊക്കെ കട്ട് ചെയ്തല്ലേ, ആ സമയത്ത് കത്തിയും തട്ടിയതാണ്. അപ്പോൾ മീനൊക്കെ ഇവിടെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോഴത്തേൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. വാ പറഞ്ഞറിയാം. അപ്പോൾ ഇത് താവി ഇട്ടിട്ട് ഇളക്കിയിട്ട് മീൻ ഉടച്ചു കൊടുക്കണില്ല. മീൻ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. ചട്ടിയിൽ പിടിച്ചിട്ട് താഴെ വീഴാതെ നോക്കണേ. അങ്ങനെ പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിങ്കും കിച്ചൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല വൃത്തിയാക്കി നീറ്റാക്കിയിട്ടു. മീൻ നന്നാക്കിയത് അകത്തായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വരുന്നത് കേട്ടോ. പിന്നെ ഈ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇത്രയും കറി വേണ്ട, കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. പിന്നെ നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച ചോറ് വെന്തിട്ടുണ്ടാവും. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ റേഷനരിയാണ്, പിന്നെ അതിലേക്ക് ശർക്കര ഇട്ടാൽ മതിയാവും. എന്നാൽ പിന്നെ പായസമൊക്കെ കുടിക്കാമല്ലോ. അപ്പം നമ്മുടെ മീൻകറിയും റെഡിയായി. അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിൻ്റെയും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് റെഡിയാണ് കേട്ടോ.
സെറ്റായി. ഇനി ഇതിലേക്ക് വേണ്ടെന്താ പറയുക, കുറച്ച് കപ്പയാണ്. അപ്പോൾ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട്. മക്കൾ പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു 30 രൂപയ്ക്ക് കപ്പ വാങ്ങിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു എവിടെ നിന്നാണ് ഞങ്ങൾക്ക് വാങ്ങാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെ ഒരു പ്രായമായ ഒരു അച്ചവും കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കയ്യിൽ നിന്ന് 30 രൂപയ്ക്ക് വാങ്ങിയാൽ മതിയാണ്. അപ്പോൾ ഒരു വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ വറക്കാനുള്ള മീൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്, നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ കപ്പയും കിട്ടി. കപ്പയിൽ 2 കിഴങ്ങ് ഞാനിതാ കുക്കറിൽ വേഗം കണ്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അപ്പുറത്ത് നമ്മുടെ കപ്പ ആയിട്ടുണ്ട്. മക്കൾ വന്നപ്പോൾ ഈ മീൻ പൊരിച്ച മണമൊക്കെ അടിച്ചിട്ട് പറയുന്നുണ്ട് ചോറുണ്ണാനായമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോറുണ്ണാൻ വേണ്ടി ഞാൻ പറഞ്ഞ മീനും കൂടെ വറക്കട്ടെ, എന്നിട്ട് ചോറുണ്ണാൻ. കപ്പ ഉണ്ട്, വെയിറ്റ് ചെയ്യണമെങ്കിൽ കപ്പയും കൂടെ ആയിട്ട് ചോറുണ്ണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വെച്ചാവും. മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 2-നും കൂടെ 160 രൂപയുള്ളൂ കേട്ടോ. 60 രൂപയ്ക്കാട്ടോ ഞാൻ ഈ വത്തൽ മീൻ വാങ്ങിയത്. 1/2 കിലോ 60 രൂപ. പിന്നെ 2 കണമീൻ ഇങ്ങനെ തൂക്കിയപ്പോൾ 100 രൂപ തോന്നും. പക്ഷേ മീനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. മക്കൾ കഴിച്ചിട്ടോ, എനിക്ക് അതിൻ്റെ കറിയാണ് ടേസ്റ്റ് തോന്നിയത്, മീനിനോട് എന്തോ ടേസ്റ്റ് തോന്നിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട കപ്പ ഒരു വിസിലടുപ്പിച്ചെടുത്തിട്ടോ. പക്ഷെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. തത്തയ്ക്ക് ഇതുപോലെ കപ്പ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വേര് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തിന്നുമ്പോൾ ഒരു സുഖം കിട്ടിയില്ല, ഒരു ശരിയായില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ കപ്പ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നത്. ഞാൻ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞേ, കപ്പ വാങ്ങിയിട്ട് അമ്മ കപ്പേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വേര് പോലെ, നമുക്ക് നന്നാക്കുന്ന സമയത്തൊന്നും വേറൊന്നും കിട്ടണില്ല, പക്ഷെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അത് എന്തോ ഒരു നൂല് പോലെ ഇങ്ങനെ എടുക്കാൻ ഒരു ടേസ്റ്റ് തോന്നിയില്ല. എന്തായാലും പിന്നെ എൻ്റെ ഫേവറേറ്റാണ് കപ്പയും മീൻ എന്നുള്ളത് കൊണ്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ചോറുണ്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മക്കൾ ചോറൊക്കെ വിളമ്പി ടിവിൻ്റെ മുന്നിൽ പോയിരിക്കുന്നുണ്ട്. ഞാൻ ചോറ് വിളമ്പി, കപ്പ എടുത്തു, മീൻ വറുത്തതും മീൻ കറിയും, പിന്നെ അച്ചാർ കൊടുത്തു. അച്ചാർ ഞാനെടുത്തത് നമ്മുടെ മിക്സഡ് അച്ചാറാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല ആ അച്ചാർ. മക്കൾ നമ്മുടെ കഴിഞ്ഞ ദിവസം സ്രാവ് മീൻ അച്ചാറിട്ടല്ലോ, അതാണ് എടുത്തത് കേട്ടോ. അപ്പം ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി തിന്നുന്നത് കാണിച്ച് കൊതിപ്പിക്കണില്ല. ഓക്കെ ബൈ.